ഇന്ന് നൈറ്റ് നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ലുലു മാളിലെ ഫ്രൂട്ട് കട്ട് തിന്നാൻ ഭയങ്കര പൂതി. അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തോടുള്ള ലുലുവിലോട്ട് വിട്ടു. രാത്രി 10:30 ആയിട്ട് നമ്മുടെ ലുലുവിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് ഫ്രൂട്ട് കട്ട് വേണ്ടത് ഹൈപ്പറിൽ നിന്നാണ്. അളിയനും സച്ചു ഫ്രൂട്ട് കട്ട് തപ്പി ഇറങ്ങി. ഞാനും തസ്നി കറന്റ് നമ്മുടെ ലുലുവിൽ ഇപ്പൊ എന്താ ഉള്ളത്, പുതിയ ചക്കയും പുതിയ മാങ്ങയും പുതിയ അവക്കാഡോ ഒക്കെ വന്നു നോക്കാനായിട്ട് ചുമ്മാ കറങ്ങി നടന്നു കേട്ടോ. ഞാൻ എപ്പോ പോലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കാണൂട്ടോ. അപ്പോഴും ഞാൻ ആലോചിക്കും, ഇതൊക്കെ വാങ്ങാനും ലുലു മാള് തപ്പി ഇനി ആൾക്കാരൊക്കെ വരാറുണ്ടോ. ഈ ഒരു ഐറ്റം കണ്ടപ്പം പണ്ട് സുബൈദാക്കാടെ വീട്ടിലെ പഴുത്ത് കിടന്ന ഒരു ഐറ്റം ആണോ എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു കേട്ടോ. ഈ ഒരു സംഭവം കണ്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ. നമ്മുടെ സ്കൂൾ ടൈം ഒക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് സ്കൂളിൽ ബാഗൊക്കെ തൂക്കി പോകാൻ പറ്റുമോന്ന്. കുറച്ചു നേരം ലുലു മാളിൽ കറങ്ങി നടന്ന് കാല് കഴിച്ചപ്പോ ഞാനും തസ്നി അളിയനെ സച്ചുവിനെ തപ്പി ഇറങ്ങിട്ടോ. അവിടെ ചെന്നപ്പോ നമുക്ക് വേണ്ട എല്ലാ ഫ്രൂട്ട് കട്ടും വാങ്ങി അവരവിടെ ബില്ലടിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ലുലുവിന് ഫുഡ് വാങ്ങിച്ചാല് ലുലുവിന്റെ ഫുഡ് കോർട്ടിൽ പോയി കഴിക്കണമെന്നാണല്ലോ മുറ. അവിടെ ഞങ്ങൾ പോയി ഇരുന്നപ്പം നമ്മുടെ കിഡ്സിന്റെ ഐറ്റംസ് കണ്ടു. ആദ്യം ഐദു ബേബിയാണ് ഓടി നടന്ന് ഓരോന്നിലും കയറാൻ ശ്രമിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കും ഒരു ആഗ്രഹം എല്ലാത്തിലും മാറി മാറി കയറാൻ. അതുകൊണ്ട് ഞാനും തസ്നി ഓരോ ഐറ്റത്തിലും മാറി മാറി കയറുന്നുണ്ടായിരുന്നു കേട്ടോ. കൊച്ചുപിള്ളാരുടെ ആണെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്തിലും. പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് അധികം ആരും ഇല്ലാത്തതുകൊണ്ട് പകല് വന്നാൽ കയറാൻ പറ്റില്ല, അവർ ഇറക്കി വിടുമെന്നുള്ള പേടിയും കൊണ്ട് ഞങ്ങൾ ഓരോ ഐറ്റത്തിലും മാറി മാറി കയറി. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ തസ്നി കൊച്ചുപിള്ളാരുടെ ഏതോ ഒരു ഐറ്റത്തിൽ പോയി കയറിയപ്പോൾ നൈസായിട്ട് അവിടുത്തെ ആള് വന്ന് അവളെ ഇറക്കി വിട്ടു കേട്ടോ. ആ നാണക്കേട്ടിൽ തിരിച്ചു വന്ന് ഫ്രൂട്ട് കട്ട് കഴിച്ച് ഞങ്ങളെ വീട്ടിൽ പോയി. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.